കെ ടി ജലീൽ തവനൂരിൽ പിന്നിലാണ് തുടക്കം മുതൽ തന്നെ എന്ന് കാണുന്നു. 28 വോട്ടിന് തവനൂരിൽ കെ ടി ജലീൽ പിന്നിലാണ്. അതേസമയം പൊന്നാനിയിൽ LDF ലീഡ് നിലനിർത്തുന്നു. എന്താണ് അവിടെ നിന്ന് കാണേണ്ട കാര്യം? 60-62 എന്ന നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴും നടക്കുന്നത്. EVM എണ്ണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലസൂചനകൾ വരുമ്പോൾ എന്താണ് ഗതി, അതിന്റെ ട്രജക്ടറി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 62-65 എന്ന നിലയാണ് മുന്നണികളുടെ കക്ഷിനില. LDF കളമശ്ശേരിയിൽ പി രാജീവ് 51 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊച്ചിയിൽ LDF 140 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. കൊച്ചിയിലും കളമശ്ശേരിയിലും ആദ്യത്തെ മിനിറ്റുകളിൽ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. പി രാജീവും കൊച്ചിയിൽ LDF സ്ഥാനാർത്ഥിയും ലീഡ് ചെയ്യുന്നു എന്നാണ്. നമുക്ക് ആലപ്പുഴയിലേക്ക് പോയാൽ കടുത്തുരുത്തിയിൽ കോട്ടയത്ത് കടുത്തുരുത്തിയിൽ UDF 431 വോട്ടിന് എറണാകുളത്ത് ലീഡ് ചെയ്യുന്നു. കുട്ടനാട് UDF 51 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ LDF മലപ്പുറം മാത്രമാണ് ഏകപക്ഷീയമായ വിധി പറയുന്നത്. പൊന്നാനി ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും UDF ആണ് മലപ്പുറത്ത്. ശരി, വയനാട്ടിലെ കൽപ്പറ്റയിൽ EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങൽ LDF 53 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. EVMലെ നമ്പറുകൾ വന്നു തുടങ്ങുകയായി. EVMലെ നമ്പറുകൾ കൂടി വന്നു തുടങ്ങുകയായി. UDF കൊടുവള്ളിയിൽ 67 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് തിരുവമ്പാടിയിൽ LDF 24 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ബാലുശ്ശേരിയിൽ LDF 28 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. അപ്പൊ തിരുവമ്പാടി, ബാലുശ്ശേരിയൊക്കെ കോഴിക്കോട്ടെ ആദ്യത്തെ ഫലസൂചനകൾ പോലും സത്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് LDFനെ ആശങ്കയുടെ മുൾമുനയിലേക്ക് തള്ളിവിടുന്നതല്ല എന്ന് കാണാം. 62 എന്നാണ് ഇപ്പോൾ നില. ആദ്യം ആര് തൊടും? ഒരു 10 സീറ്റിന്റെ കൂടെ കണക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുകയായി. NDA 5-ൽ തന്നെ തുടരുകയാണ്. മലബാറിൽ UDFന്റെ മുന്നേറ്റം കാണാം. വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഓക്കെ, ഫൈസലിലേക്ക് വരാം. 62 എന്ന ടാലിയാണ് ഇപ്പോൾ ഉള്ളത്. 62-5 EVM എല്ലായിടത്തും ഉടൻ എണ്ണി തുടങ്ങും. ചിലയിടങ്ങളിൽ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ഫലസൂചനകൾ അല്പസമയത്തിനകം തന്നെ വരും. ഇപ്പോൾ നാം കാണുന്ന ആ സംഖ്യയിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. കാരണം മാന്ത്രിക സംഖ്യ 70 കടക്കാൻ ആർക്കാണ് ആദ്യം സാധിക്കുക? അത് നിലനിർത്താൻ ആർക്ക് കഴിയും? ഫൈസൽ നെടുമ്പാല ചേരുന്നു. വയനാട്ടിൽ UDF പ്രതീക്ഷിച്ച ഒരു ലീഡ് നില ഇപ്പോഴുണ്ടോ ഫൈസൽ? അജിൻസ് 3 സീറ്റുകളും വിജയിക്കുമെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ 2-1 നിലയിലാണ് ഇപ്പോൾ UDFന്റെയും LDFന്റെയും കണക്ക്. മാനന്തവാടിയിൽ OR കേളു ലീഡ് ചെയ്യുന്നുണ്ട്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് 102 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. മത്തേരിയിൽ 52 വോട്ടുകൾക്ക് ഇപ്പോൾ IC ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുകയാണ്.